കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? പണ്ട് 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 ഒരു നാട്ടിൽ ഒരു തൊപ്പിക്കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. എന്താണ് തൊപ്പി? മിടുക്കന്മാർ, അത് തന്നെ, നമ്മൾ തലയിൽ വെക്കുന്ന ക്യാപ്പ്. ഇത് ഒരു ക്യാപ് സെല്ലറിന്റെ കഥയാണ്. തൊപ്പി വിൽക്കുന്നയാൾ. നമ്മുടെ ഈ തൊപ്പിക്കച്ചവടക്കാരൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്ന് നടന്ന് നടന്നു പോയാണ് തൊപ്പി വിറ്റിരുന്നത്. ഇനി വിൽക്കാനുള്ള തൊപ്പികൾ അദ്ദേഹം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരു വലിയ കുട്ടയിൽ തൊപ്പികളെല്ലാം എടുത്തു വെച്ച് അത് തന്റെ തലയിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. കുട്ട എന്താണെന്നോ? കുട്ട എന്ന് വെച്ചാൽ ഒരു വലിയ ബാസ്ക്കറ്റ്. അതിനകത്ത് നിറയാണ് അദ്ദേഹം ഈ തൊപ്പി വെച്ചുകൊണ്ട് വിൽക്കാനായി പോകുന്നത്. അങ്ങനെ ഒരു ദിവസം, നല്ല വെയിലുള്ള ഒരു ദിവസം, അദ്ദേഹം നടന്ന് 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 പല സ്ഥലങ്ങളിൽ പോയി തൊപ്പിയൊക്കെ അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നല്ല വെയിലുള്ള ദിവസമാണെന്ന്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. വെയിലേറ്റ് നമ്മൾ തളർന്നു പോകും. അങ്ങനെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊപ്പി വിൽപ്പനക്കാരൻ ആകെ തളർന്നു പോയി. അദ്ദേഹം തീരുമാനിച്ചു കുറച്ച് വിശ്രമിക്കാം. അപ്പോഴാണ് അടുത്ത് വലിയ ഒരു മരം. ആ മരത്തിന്റെ ചുവട്ടിൽ നല്ല തണലുണ്ട്. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നിട്ട് തൊപ്പികൾ വച്ചിരിക്കുന്ന കുട്ട ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് അദ്ദേഹം ആ മരത്തിനെ ഇങ്ങനെ ചാരിയിരുന്നു. പണ്ട് ആമയും മുയലും കഥയിലെ മുയലച്ചന് സംഭവിച്ച പോലെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഇളം കാറ്റൊക്കെ ഇങ്ങനെ ഏറ്റപ്പോൾ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. കൂർക്കം വലിച്ച് നമ്മുടെ തൊപ്പിക്കച്ചവടക്കാരൻ ഉറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞ് അദ്ദേഹം ഉണർന്നെഴുന്നേറ്റു. എന്തൊരാശ്വാസം! ഹോ, ഈ മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ എന്ത് സുഖമായിരുന്നു! ഇപ്പൊ എനിക്ക് നല്ല ഉന്മേഷമുണ്ട്. ഇനി വേഗം പോയി തൊപ്പികളൊക്കെ വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. തൊപ്പികൾ വെച്ചിരിക്കുന്ന കുട്ടയെടുക്കാനായി നോക്കിയപ്പോൾ അയ്യോ അയ്യോ, എന്റെ തൊപ്പി കാണാനില്ല. എന്റെ തൊപ്പികളെല്ലാം എവിടെ പോയി? കള്ളന്മാര് കൊണ്ടുപോയോ? ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോ ദേ, തൊപ്പികളെല്ലാം മരത്തിലിരിക്കുന്നു. കുഞ്ഞുമണികളെ, അതെങ്ങനെ ഈ തൊപ്പികളെല്ലാം മരത്തിലെത്തിയത്? വെറുതെ അല്ല കേട്ടോ. ആ മരത്തിലെ കുറെ കുരങ്ങന്മാരുണ്ടായിരുന്നു. വികൃതി കുരങ്ങന്മാർ. ഈ കുരങ്ങന്മാർ എന്ത് ചെയ്തു? നമ്മുടെ തൊപ്പിക്കച്ചവടക്കാരൻ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുട്ടയിൽ നിന്നും തൊപ്പികളെല്ലാം എടുത്തുകൊണ്ട് മരത്തിൽ കയറി എന്ന് മാത്രമല്ല, തൊപ്പികളും തലയിൽ വെച്ച് കുരങ്ങന്മാര് ഗമയിൽ അങ്ങനെ ഇരിക്കുവാണ് മരക്കൊമ്പുകളിലെല്ലാം. തൊപ്പിക്കച്ചവടക്കാരൻ ആകെ വിഷമത്തിലായി. തൊപ്പിക്കച്ചവടക്കാരൻ കൈകൊട്ടി. അതെന്റെ തൊപ്പികളാ, തിരികെത്താ. കുരങ്ങന്മാരും തിരികെ കൈകൊട്ടി. എന്നിട്ട് എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി. ഷോ, ഇവരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തലചൊറിഞ്ഞു. കുരങ്ങന്മാരും തലചൊറിയാൻ തുടങ്ങി. അദ്ദേഹം കുറച്ച് കല്ലുകൾ എടുത്ത് മരത്തിന് നേരെ എറിഞ്ഞു. കുരങ്ങന്മാർ എന്ത് ചെയ്തെന്നോ? മരത്തിൽ നിന്നും ഇലകൾ പറിച്ച് താഴേക്ക് എറിഞ്ഞു. നമ്മുടെ തൊപ്പിക്കച്ചവടക്കാരൻ 2 ചാട്ടം ചാടി. കുരങ്ങന്മാരും ചാടി, ഒരു മരച്ചില്ലയിൽ നിന്നും അടുത്ത മരച്ചില്ലയിലേക്ക്. അപ്പോഴേക്കും തൊപ്പിക്കച്ചവടക്കാരന് ഒരു ബുദ്ധി ഉദിച്ചു. അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. എന്താണെന്നറിയോ? അദ്ദേഹം ആലോചിച്ചപ്പോൾ താൻ എന്ത് കാണിച്ചാലും അതുപോലെ കുരങ്ങന്മാരും കാണിക്കുന്നുണ്ട്. തൊപ്പിക്കച്ചവടക്കാരൻ തന്റെ തലയിൽ ഒന്ന് കൈവച്ചു. അവിടെ ഒരു തൊപ്പി ഇരിപ്പുണ്ട്. അദ്ദേഹം ആ തൊപ്പി എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു.
അപ്പൊ കുരങ്ങന്മാരെന്ത് ചെയ്തു? അത് തന്നെ, അവരും തങ്ങളുടെ തലയിലിടുന്ന തൊപ്പികളെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. തൊപ്പിക്കച്ചവടക്കാരൻ വേഗത്തിൽ പോയി എല്ലാ തൊപ്പികളും പെറുക്കിയെടുത്ത് കുട്ടയിലാക്കി ഭദ്രമാക്കി വെച്ചു. ഹോ, ഈ കുരങ്ങന്മാരുടെ ഒരു കാര്യം! ഇനി എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുമ്പോൾ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നങ്ങ് പോയി. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ. ഈ കഥയിൽ നിന്നും നമുക്ക് എന്താ പഠിക്കാനുള്ളത്? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഏറ്റവും നല്ല ആയുധം എന്താണ്? നമ്മുടെ ബുദ്ധി. നമ്മൾ ആലോചിക്കണം, എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നാലോചിക്കണം. അങ്ങനെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്തി നമ്മൾ ആ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരണം. കേട്ടോ കുഞ്ഞുമണികളെ? പിന്നെ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പലയിടങ്ങളിലും പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ കൂടി നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ തൊപ്പിക്കച്ചവടക്കാരന് പറ്റിയ പോലെ സാധനങ്ങൾ നഷ്ടമാവാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. കഥയോടൊപ്പം ചില കുഞ്ഞുമണികളുടെ പേരുകൾ കൂടി ഇന്നും പറയാനുണ്ട്. കാച്ചു എന്ന കൈറക്കുട്ടി, രുദ്രു എന്ന രുദ്രാക്ഷ്, കിയാൻ എന്ന കിയാൻഷ്, ഹർഷ് ഭാസ്കരൻ, ഇഷ്യ ഭാസ്കരൻ, മാർത്ത മിറിയം പീറ്റർ, ആദികേഷ്, ഗോവർദ്ധൻ, അമ്പാടി എന്ന അഥർവ് അമൽ, ജോക്കുട്ടൻ, തെരേസ, ജനുവരി 11 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ജൂഡ്, ജനുവരി 17 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന നൈനിക അശ്വിൻ, ജനുവരി 25 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ദീക്ഷിത എച്ച് അയ്യർ, ജനുവരി 28 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഐസക് സോനു ജേക്കബ്, ഫെബ്രുവരി 1 പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഋതുമോളെ. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഒപ്പം സ്നേഹമറിയിച്ച എല്ലാ ചക്കരക്കുട്ടികൾക്കും ചക്കരയുമ്മ. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് വായിച്ചു നോക്കണേ. നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.